കാലടിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. അതിരപ്പള്ളി എസ്റ്റേറ്റ് ബ്ലോക്ക് 16-ലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. PV ബിജു എന്നയാൾക്കാണ് പരിക്കേറ്റത്. എന്നപ്പോൾ ഈ ആന പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആന പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ ആന പതുക്കെ പോയി. ഇന്ന് ആന പെട്ടെന്ന് തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഈ 4 പേരും 4 വഴിക്ക് ഓടി. അതുകൊണ്ട് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിക്ക് ഒരല്പം ഗുരുതരമാണ് എന്നാണ് കിട്ടുന്ന വിവരം. അതായത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇദ്ദേഹം. ഈ ടാപ്പിങ്ങിനായി പോകുമ്പോഴാണ് ഈ കാലടിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റ് ബ്ലോക്ക് 16-ൽ ഈ സംഭവം നടക്കുന്നത്. മുൻപും സമാനമായ രീതിയിൽ കാട്ടാനക്കൂട്ടം എത്തുകയും ഈ ടാപ്പിംഗ് തൊഴിലാളികളെ ആക്രമിക്കുകയും ചെയ്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് പുതുതായി ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. PV ബിജു എന്നയാൾക്കാണ് പരിക്കേറ്റത്. രാവിലെ 6:45 9 ആനകൾ അടങ്ങുന്ന കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. സ്ത്രീ തൊഴിലാളികളടക്കം 4 പേർ ഈ ടാപ്പിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് ഇപ്പോഴും ആനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. പരിക്കേറ്റ ഈ ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. ബിജുവിന്റെ തണ്ടലിനും മുഖത്തും കൈകൾക്കും പരിക്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് വനംവകുപ്പിന്റെ സംഘം എത്തിയിട്ടുണ്ട്. ഈ മേഖല, കാലടി പ്ലാന്റേഷൻ മേഖല എന്ന് പറയുന്നത് കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി നേരിടുന്ന മേഖലയാണ്. ടാപ്പിംഗ് തൊഴിലാളികൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.